6-ാം ദിവസത്തിലും ആശ്വാസമില്ലാതെ പശ്ചിമേഷ്യ. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ കപ്പൽ US നാവികസേന കടലിൽ മുക്കി. 80 പേർ കൊല്ലപ്പെട്ടു, 68 പേരെ കാണാതാക്കുകയും ചെയ്തു. അതിനിടെ സൗദിയിൽ ആരംകോ റിഫൈനറിക്ക് നേരെയും വീണ്ടും ആക്രമണമുണ്ടായി. ലെബനനിലും ആക്രമണം രൂക്ഷമാണ്. ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ തുർക്കിയുടെ ആകാശപാത ലക്ഷ്യമാക്കിയെത്തിയതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാഖ് സിറിയൻ വ്യോമാതിർത്തി കടന്നെത്തിയ മിസൈലിനെ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് നാറ്റോയുടെ സംയുക്ത പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തു. സംഭവത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തങ്ങൾക്കെതിരെയുള്ള ഏതൊരു പ്രകോപനത്തിനും ശക്തമായി മറുപടി നൽകാൻ അവകാശമുണ്ടെന്ന് തുർക്കി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രവചിച്ചതുപോലെ നീണ്ടുനിൽക്കുന്ന യുദ്ധം ആരംഭിച്ച 5 ദിവസം പിന്നിടുമ്പോൾ ഇറാനിൽ മരണസംഖ്യ 1000-ഓളം കടന്നതായാണ് വിവരം. ആയത്തുള്ള അലി ഖമനേയുടെ കൊലപാതകത്തിന് പിന്നാലെ മേഖലയിലുണ്ടായ അസ്ഥിരതയിൽ തുർക്കി നേരത്തെ തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇറാനുമായുള്ള സമാധാനപരമായ നിലപാടുകൾക്കിടയിലും ആദ്യമായാണ് തുർക്കിക്ക് നേരെ ഇത്തരമൊരു ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. മേഖലയ്ക്ക് ഇനിയൊരു അസ്ഥിരത താങ്ങാനാവില്ലെന്നും ഭരണകൂട മാറ്റത്തിനുള്ള നീക്കങ്ങൾ അപകടകരമാണെന്നും തുർക്കി വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇറാനും അമേരിക്കയും തമ്മിൽ എത്രയും വേഗം ചർച്ചകളിലൂടെ ധാരണയിലെത്തണമെന്നാണ് എർദോഗാൻ അടക്കമുള്ള തുർക്കി നേതാക്കളുടെ നിലപാട്. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ നാവികസേനയുടെ പ്രധാന യുദ്ധക്കപ്പലായ ഐറിസ് ദേനയെ അമേരിക്കൻ ആണവ അന്തർവാഹിനി തകർത്തത് സംഘർഷം പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചു. വിശാഖപട്ടണത്തെ മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന കപ്പലാണ് ശ്രീലങ്കൻ തീരത്ത് വെച്ച് തകർക്കപ്പെട്ടത്. 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ ടോർപിഡോ ആക്രമണത്തിലൂടെ ഒരു ശത്രു കപ്പൽ തകർക്കപ്പെടുന്നത് എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സ്ഥിരീകരിച്ചു. അതിനിടെ ഇറാനിൽ US-ഉം ഇസ്രയേലും ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ദോഹയിലെ US എംബസിക്ക് സമീപം താമസിക്കുന്നവരെ ഖത്തർ ഒഴിപ്പിക്കുന്നു. താൽക്കാലിക സുരക്ഷാ നടപടികളുടെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒഴിപ്പിക്കുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കും. കുവൈറ്റ് തീരത്ത് സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം കൂടുതൽ മിസൈലുകൾ തകർത്തെന്ന് സൗദി അറേബ്യ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിന് സമീപം മാൾട്ട പതാക വഹിക്കുന്ന സഫീൻ പ്രസ്റ്റീജ് എന്ന ചരക്കു കപ്പലിന് നേരെ ഇന്നലെ മിസൈൽ ആക്രമണമുണ്ടായി. ഒമാന് വടക്ക് 2 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം. കപ്പലിൽ തീപിടുത്തമുണ്ടായി. 24 ജീവനക്കാരെയും ഒമാൻ രക്ഷപ്പെടുത്തി. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷ പശ്ചാത്തലത്തിൽ കുവൈറ്റ് എല്ലാ എൻട്രി വിസിറ്റർ വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് നീട്ടി. ഫെബ്രുവരി 28-നും അതിനുശേഷവും കാലാവധി അവസാനിക്കുന്ന വിസകൾക്കാണ് ഇത് ബാധകം. താമസ പെർമിറ്റുള്ള പ്രവാസികൾക്ക് മടങ്ങിയെത്താൻ 3 മാസത്തെ കാലാവധിയും അനുവദിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത US-ഇസ്രായേൽ സഖ്യവും മുട്ടുമടക്കാതെ ഇറാനും പരസ്പരം പോരാട്ടം തുടരുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ പുതിയ പോർമുഖം തുറന്നു. ആവശ്യമെങ്കിൽ ഹോർമുസ് വഴി എണ്ണയും വാതകവും കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന അകമ്പടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ആക്രമണത്തിൽ ഇറാനിൽ മരണം 1100 കടന്നു. 5000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നശിപ്പിക്കാനാണ് US-ഉം ഇസ്രായേലും ശ്രമിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായി സമവായ സൂചനയുമായി ഇറാൻ രംഗത്തുമെത്തി. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനിയെ ഫോണിൽ വിളിച്ചു. US സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചതെന്ന ഇറാൻ വാദം ഖത്തർ തള്ളി. ഇറാൻ ആക്രമണങ്ങൾ ഖത്തറിലെ സിവിലിയൻ മേഖലകളെയാണ് ബാധിച്ചതെന്നും വിമാനത്താവളം, വ്യവസായ മേഖലകൾ തുടങ്ങിയവയാണ് ഇറാൻ ലക്ഷ്യമിട്ടതെന്നും ആക്രമണങ്ങളെ അപലപിച്ച് ഖത്തർ വ്യക്തമാക്കി. ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.